നിയമസഭയിൽ വിലക്കയറ്റ ചർച്ചയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം. വിലക്കയറ്റത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. സർക്കാർ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും മദ്യത്തിന്റെ വില കൂട്ടിയാൽ ഉപഭോഗം കുറയുമെന്നത് തെറ്റിദ്ധാരണയാണ് എന്നും വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, ഇപ്പോഴും അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച പുരോഗമിക്കുകയാണോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രാഖി, 12 മണിക്ക് ആരംഭിച്ച അടിയന്തര പ്രമേയ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മന്ത്രി GR അനിൽ, ഭക്ഷ്യമന്ത്രി, ഈ ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് കാര്യമായ വിലക്കയറ്റമൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചു പ്രതിപക്ഷത്തിന് എന്ന് ഈ വിഷയത്തിലെ നോട്ടീസ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു എന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കുന്നത്. വിലവർദ്ധനവ് കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയില്ലെന്ന ഒരു പ്രതികരണം പോലും ഇത്തവണ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് GR അനിൽ ന്യായീകരണമായി നിരത്തുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ കാണുന്നത് സമ്പന്നരെയാണെന്നും സർക്കാർ കാണുന്നത് അതിദാരിദ്ര്യരെയും സാധാരണക്കാരെയുമാണ് എന്നുമാണ് മന്ത്രി GR അനിൽ പറയുന്നത്. അതേസമയം തന്നെ PC വിശ്വനാഥ് MLA നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ രൂക്ഷമായ വിമർശനമാണ് ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് പപ്പടം വാങ്ങിയാൽ അത് വെളിച്ചെണ്ണയിലേക്ക് എത്താനുള്ള സമയമടക്കം ഇനിയും വർദ്ധിച്ചിരിക്കുന്നു. വെളിച്ചെണ്ണയ്ക്കടക്കം സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടതു സർക്കാരിന് കഴിയുന്നില്ല. CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പോലും ഇക്കാര്യങ്ങളിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി GR അനിലിനെതിരെ ഉയർന്നിട്ടുള്ള വിമർശനം PC വിശ്വനാഥ് നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് വിലക്കയറ്റം സംസ്ഥാനത്ത് കേസും യൂണിറ്റുകളും ഹോട്ടലുകളും അടക്കം പൂട്ടിയിട്ടുണ്ട്. മദ്യത്തിന്റെ വില കൂട്ടിയാൽ ഉപഭോഗം കുറയുമെന്ന് തെറ്റിദ്ധാരണയാണ്. ഇന്നലെ 3 പെഗ് കഴിച്ചവർ ഇന്ന് 2 പെഗ് ആക്കില്ല. കൂടിയാലോ എന്ന വിഷമത്തിൽ 4ാമത്തെ പെഗ് കൂടി കഴിക്കുമെന്നുള്ളതാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ വീട്ടിൽ കൊടുക്കുന്ന പൈസ ഇതിലൂടെ കുറയുമെന്നും സർക്കാർ മാർക്കറ്റിൽ ഇടപെടണമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുകയും ചെയ്തിട്ടുണ്ട്. വിലക്കയറ്റത്തിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും അത് തുടർച്ചയായി തുടരുകയാണ് എന്നും പ്രതിപക്ഷ MLA മാർ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനെയൊക്കെ കണ്ണിച്ചുകൊണ്ടുള്ള ഒരു മറുപടി പ്രശ്നമാണ് ഇപ്പോൾ മന്ത്രി GR അനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തുടർച്ചയായി 3ാം ദിവസവും അടിയന്തര പ്രമേയ നോട്ടീസിന് ചർച്ചയ്ക്കുള്ള അനുമതി സഭ നിർത്തിവെച്ചുകൊണ്ട് തന്നെ അനുമതി നൽകുകയായിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ചർച്ചയും അതിൽ മറുപടിയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വിഷയത്തിനപ്പുറത്തുള്ള മറ്റ് വാഗ്വാദങ്ങളിലേക്കും പോലിലേക്കും ഒക്കെ ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അടക്കം ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ചർച്ചയിലേക്ക് വലിക്കുന്ന സാഹചര്യം. ഒപ്പം തന്നെ ശിവഗിരിയിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയുള്ള പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ. ശരി ശാലിനി, നിയമസഭയിൽ വിലക്കയറ്റ ചർച്ചയിൽ ഭക്ഷ്യമന്ത്രി അനിൽ മറുപടി നൽകുകയാണ്. അദ്ദേഹം പറയുന്നത് നാട്ടിൽ വിലക്കയറ്റം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം കേരളത്തിൽ തന്നെയല്ലേ എന്നറിയാതെയെങ്കിലും ചോദിച്ചു പോകുന്നു. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.